3 വർഷം മുൻപ് മുംബൈയിലെ ഓഫ് ഷോറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായി മരണപ്പെട്ട രാഹുൽ രാജിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് മാതാപിതാക്കൾ. പത്തനംതിട്ട സ്വദേശിയായ BSF റിട്ടയർഡ് ഇൻസ്പെക്ടർ KK രാജനാണ് നീതി തേടി അലയുന്നത്. മുംബൈയിൽ നിന്ന് പ്രേംലാൽ നൽകുന്ന റിപ്പോർട്ടാണ് ഇനി ക്രൈംബ്രാഞ്ചിൽ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജീവിതം ഹോമിച്ച് രാജ്യത്തിന് കാവൽ നിന്നപ്പോൾ തെല്ലും തലകുനിക്കാത്ത KK രാജൻ എന്ന പട്ടാളക്കാരനാണിത്. ഇന്ന് സ്വന്തം മകന്റെ മരണത്തിന് മുന്നിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛൻ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും വരാന്തകൾ കയറിയിറങ്ങി തല താഴ്ത്തുകയാണ്. എനിക്ക് ന്യായം. എൻ്റെ മോൻ്റെ മരണത്തിന് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ എൻ്റെ എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയണം. ഒരു സ്വകാര്യ കമ്പനിയുടെ കോർപ്പറേറ്റ് ബുദ്ധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ മകന്റെ ആകസ്മിക മരണത്തിന്റെ പിന്നാമ്പുറം തേടുകയാണ് രാജനും ഭാര്യയും. സംശയാസ്പദമായ സാഹചര്യത്തിൽ മുംബൈയിൽ മരണപ്പെട്ട രാഹുൽ രാജ് എന്ന മലയാളി എഞ്ചിനീയറുടെ മാതാപിതാക്കളായ ഇവർ നീതിയുടെ സംശുദ്ധ കരങ്ങൾ തേടുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എന്നോട് എന്റെ കുഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് അമ്മയുടെ പൊന്നുമോ പോയമേ എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായ ദുഃഖം എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവത്ത് പോലും ഇല്ലായിരുന്നു. ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് രാഹുൽ മരണത്തിന് കീഴടങ്ങിയത്. രാഹുലിന്റെ അകാല മരണം തകർത്തെറിഞ്ഞത് പത്തനംതിട്ടയിലെ ഒരു ഇടത്തരം കുടുംബത്തിന്റെ വർഷങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഏകദേശം 4 വർഷം മുമ്പാണ് രാഹുൽ രാജ് എന്ന മലയാളി യുവാവ് ജീവിതമാർഗം തേടി മുംബൈ മഹാനഗരത്തിലെത്തുന്നത്. നവി മുംബൈ CBD ബേലാപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാസ് ഇൻസ്ട്രുമെന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ സീനിയർ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറായി ജോലിക്ക് ചേരുമ്പോൾ രാഹുലിന്റെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ വരികയായിരുന്നു. 48,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന രാഹുൽ പഠനകാലത്തെ പോലെ ജോലിയിലും പ്രഗത്ഭനായിരുന്നു. 26-ാം വയസ്സിൽ സ്വപ്നങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ തീർക്കുമ്പോഴാണ് തന്റെ മകൻ മരിച്ചതെന്ന ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കണ്ണുകളുമായി രാഹുലിന്റെ മാതാവ് പറയുന്നു. കുഞ്ഞിന് 26 വയസ്സ് 17 ദിവസവുമായുള്ളായിരുന്നു. ഓഫ് ഷോറിൽ ONGC റിക്വിൻ പ്രോസസ് പ്ലാന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോക്കടിച്ചുണ്ടായ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പക്ഷേ ദാസ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന കമ്പനി തയ്യാറായില്ല. ഒരു സീനിയർ എഞ്ചിനീയറുടെ മരണകാരണം മെഡിക്കൽ റിപ്പോർട്ടിൽ കൃത്രിമത്വം കാണിച്ച് മാറ്റിയെടുക്കാനാണ് കമ്പനി ശ്രമിച്ചതെന്ന് രാഹുലിന്റെ പിതാവ് രാജൻ പറയുന്നു. വന്നിട്ട് എൻ്റെ മോൻ ഒരു വീഡിയോ സിഗരറ്റ് പോലും വലിക്കാത്ത ഇവരിപ്പോൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഇതിപ്പം ആൽക്കഹോൾ ഡെത്ത് ഡ്യൂ ടു ആൽക്കഹോൾ കൺസംഷൻ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡോക്ടർ. ആ ഡോക്ടറെ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. 75% to 90% ആൽക്കഹോൾ ബ്ലഡിലുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ അവൻ നേരെ നിന്നു എന്നുള്ളത് ഞാൻ അവനോട് ചോദിക്കുന്നു. നഷ്ടപരിഹാരം നൽകാതിരിക്കാനും സുരക്ഷാ പാളിച്ചകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടുകയായിരുന്നു കമ്പനി എന്ന് അഡ്വക്കേറ്റ് നീത വർഗീസ് പറഞ്ഞു. Not even a single penny for a settlement and they are saying that we are not paying because lack of documentation. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ONGC റിക്വിൻ പ്രോസസ് പ്ലാന്റിൽ ഒരു സീനിയർ എഞ്ചിനീയർ മരണപ്പെട്ട സാഹചര്യം വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് ബന്ധുവായ ശ്യാം പറയുന്നത്. ONGCയുടെ ഒരു ഓയിൽ റിഗിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അതിനർത്ഥം ഡൗൺ സ്ട്രീം പാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാൾ അപ്സ്ട്രീം പാനൽ ഓൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു നെഗ്ലിജൻസ് ആണ്, ഒരു സേഫ്റ്റി വയലേഷൻ. നഷ്ടപരിഹാരം നൽകാതിരിക്കാനായി രാഹുലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്രിമത്വം കാണിച്ചതായി തെളിവുണ്ടെന്ന് അഡ്വക്കേറ്റ് നീത പറഞ്ഞു. With the postmortem reports and in which there are 2 reports. One is that he is electrocuted. Second, he has died due to alcohol consumption. That is totally illogical reason for his death. കൈവിട്ടുപോയ മകനെയോർത്ത് വിലപിക്കുമ്പോഴും നീതിക്ക് വേണ്ടി കഴിഞ്ഞ 3 വർഷമായി പലവട്ടം രാഹുൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ കയറി ഇറങ്ങിയെങ്കിലും കൂടുതൽ ദുരൂഹതകൾ ഉണർത്തുന്ന നടപടികളാണ് കമ്പനി സ്വീകരിച്ചു വരുന്നതെന്ന് ഇവർ പറയുന്നു. പക്ഷേ നാളെ ഒരു കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. വേണ്ടി വന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ പോയി സത്യാഗ്രഹം ഇരിക്കുക എന്നേരം ചെയ്യും ഞാൻ. ഒരു ജീവനക്കാരൻ മരണപ്പെടുകയെന്നത് കമ്പനിക്ക് ഒന്നുമല്ലായിരിക്കാം. ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ മാത്രം വാർക്കാൻ വിധിക്കപ്പെട്ട ഈ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടതിന് വിലയിടാൻ ആർക്കുമാവില്ല. ഈവൻ ഞാൻ പ്രൈം മിനിസ്റ്ററിന് ആപ്ലിക്കേഷൻ അയച്ചു, ചീഫ് മിനിസ്റ്ററിന് അയച്ചു. എൻ്റെ അവിടുത്തെ MLA ഇപ്പം മന്ത്രിയാണ്, കെയർഫുള്ളായിട്ട് മന്ത്രിയാണ് അടൂർ പ്രകാശ്. പുള്ളിക്കാരന് ഞാൻ ആപ്ലിക്കേഷൻ അയച്ച എല്ലാ എൻ്റെ വിവരങ്ങളും ഞാൻ ഇതിൻ്റെ പുറകെ ഒരു എൻ്റെ MLAയോ ആരോ ഒരു സൈഡിൽ നിന്ന് എന്നോട് നീ ആരാ എന്തോ ആണെന്ന് പോലും ഇതുവരെ ഒരു ചോദ്യം വന്നിട്ടില്ല. മകന്റെ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും BSFലെ റിട്ടയർഡ് ഇൻസ്പെക്ടറായ രാജൻ പറയുമ്പോഴും കെട്ടിച്ചമച്ച റിപ്പോർട്ടുകളിലൂടെ നിയമത്തിന്റെ പഴുതുകളടയ്ക്കുന്ന തിരക്കിലാണ് കമ്പനി അധികൃതർ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.
സംസ്ഥാന സർക്കാരിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ മെല്ലപ്പോക്ക്. സംഭവമുണ്ടായി 2 ദിവസം കഴിഞ്ഞിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഹൈടെക് സെല്ലിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ട സംഭവത്തിലാണ് പോലീസിൻ്റെ മെല്ലപ്പോക്ക്. കേസിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ സെർവർ ഇരിക്കുന്നത് മ്യൂസിയം പോലീസ് ലിമിറ്റിലാണെങ്കിലും കേസ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിനാൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടത് സൈബർ പോലീസാണ്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ ചുമതല ഹൈടെക് സെല്ലിനാണ് നൽകിയിരിക്കുന്നത്. ഹൈടെക് സെല്ലിൻ്റെ റിപ്പോർട്ടിന് ശേഷം മാത്രം കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഗോഡാഡി എന്ന ബ്രിട്ടീഷ് സെർവറിൽ നിന്നാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നത്. എന്നാൽ ഇത് വ്യാജ IP വിലാസത്തിൽ സൃഷ്ടിച്ചതാണെന്നും അനുമാനമുണ്ട്. സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഫൈസൽ എന്ന യുവാവ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. സൈറ്റിലേക്ക് ലോഗ് ചെയ്തവരുടെ ഡീറ്റെയിൽ സംഭവമുണ്ടായതിൻ്റെ പിറ്റേന്ന് തന്നെ പോലീസിന് IT മിഷൻ കൈമാറിയിരുന്നു. എന്നാൽ ഹാക്കിംഗ് നടത്തിയ സെർവറിൻ്റെ യഥാർത്ഥ വിലാസം കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും പോലീസ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പെരിയാർ വാലി അധികൃതരുടെ അനാസ്ഥ മൂലം 13ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വെള്ളപ്പാച്ചിലിൽ വീടും സ്വത്തുക്കളും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ. കഴിഞ്ഞ 2 വർഷത്തിലധികമായി അധികാരികളുടെ കനിവ് കാത്ത് കഴിയുന്ന ചില നിർധന കുടുംബങ്ങളുടെ ദുരിത കാഴ്ചകളുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. 5 പൈസ പോലും കയ്യിലില്ലാതെ ഞങ്ങളിപ്പോൾ ജീവിക്കണം. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വീട് കെട്ടാനും ഒരു ഇത് കൊണ്ടൊന്ന് മേടിക്കാനും ഈ പടത കൊണ്ടൊന്ന് കൊടുങ്കാറ്റ് ഇത് കഴിഞ്ഞ കൊല്ലം ഈ കഴിഞ്ഞതിൻ്റെ മുറ്റം എല്ലാം കൊടുങ്കാറ്റായിരുന്നു. അതിലൊക്കെ ഈ പടത എല്ലാം പോയിട്ട് ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ട്. ഇത് മേരിയമ്മ. ഇങ്ങനെ ഇവർക്ക് പറയേണ്ടി വന്നത് സ്ഥലം MLAയും പെരിയാർ വാലി അധികൃതരെയും വിശ്വസിച്ചത് ഒന്നുകൊണ്ട് മാത്രം. 2013 ഭൂതത്താൻകെട്ടിലുള്ള പെരിയാർ വാലി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ഡാമിൻ്റെ കീഴെ പിണ്ടിമന പഞ്ചായത്തിലെ 13 വീടുകൾ ഒലിച്ചുപോയി. അപ്രതീക്ഷിത വെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട ഇവരെ ആദ്യം അടുത്തുള്ള ചെങ്കര സ്കൂളിലേക്കും പിന്നീട് ഡാമിന് മുകളിലെ വെള്ളാമക്കെട്ട് എന്ന സ്ഥലത്തേക്കും മാറ്റി. എല്ലാം നൽകുമെന്ന MLA TU കുരുവിളുടെയും റവന്യൂ അധികൃതരുടെയും ഉറപ്പ് ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു. വീട് പണിയാൻ 2.5 ലക്ഷം രൂപയും സ്ഥലത്തിന് പട്ടയവുമായിരുന്നു വാഗ്ദാനം. ഈറ്റയും ഷീറ്റുമെല്ലാം കൊണ്ടുമേഞ്ഞ കുടിലിൽ മഴയും വെയിലുമേറ്റ് ഇപ്പോഴും ഇവർ കഴിയുന്നു. ഇവിടെ നിന്നും ഇവരെ ഇറക്കിവിടാൻ ഇപ്പോൾ ചില റിസോർട്ട് മാഫിയകളും ശ്രമിക്കുന്നുണ്ട്. ഇതിനെ ഏതു വിധേനയും ചെറുക്കാനുള്ള ശ്രമത്തിലാണിവർ. അപ്പോൾ ആ ജനകീയ സമിതിയുടെ ഇതിൽ ഞങ്ങൾ മറ്റുള്ള അധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനും മറ്റുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്താനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊണ്ട് ഇരിക്കുകയാണ്. അധികാരികളുടെ വാക്കു വിശ്വസിച്ച് താമസമുറപ്പിക്കുമ്പോൾ ദുരിതം മാത്രമാണ് ഇനി കൂട്ടിനെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ക്ഷേമമന്വേഷിച്ച് പിന്നെ ആരും മല കയറി വന്നുമില്ല. ഡാനി പോൾ, കൊച്ചി.